ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിന്റെയും ഒരു അപ്കമിംഗ് വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിധിയുടെയും സുധീഷിന്റെയും കഥ നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നുണ്ട്. അതും കൂടെ കയറി കാണാൻ നിങ്ങൾ മറക്കരുത്. അപ്പം വരും ദിവസത്തെ അലീനയുടെയും മനുവിന്റെയും കഥയിൽ വമ്പൻ ട്വിസ്റ്റുകളൊക്കെയാണ് നടക്കുന്ന, വലിയ വെളിപ്പെടുത്തലൊക്കെ നടത്തുന്ന ഒരു ഭാഗമുണ്ട്. അതിനോടൊപ്പം അലീന തന്റെ സഹോദരനായ രോഹിത്തിനെ ആ വലിയ ചതിക്കുഴിൽ നിന്ന് രക്ഷിക്കുകയാണ്. ഹരി തന്റെ കാമുകിയായ ശരണ്യനെ ഉപയോഗിച്ച് മാനഭംഗപ്പെടുത്തുമ്പോൾ അതിൽ പങ്കാളിയാക്കിയാണ് നമ്മുടെ രോഹിത്തിനെ. അങ്ങനെ രോഹിത്തും അതിൽ പങ്കാളിയാകും. എന്നാൽ അവിടെ വലിയ അപകടം സംഭവിക്കുകയും ആ ശരണ്യ എന്ന പെൺകുട്ടിയുടെ ആ മരണത്തിൽ രോഹിത്തും പങ്കാളിയാണ് എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്റെ അച്ഛനായ ബാലചന്ദ്രൻ പോലും അവിടെ പകച്ചു നിൽക്കുന്ന സമയത്ത് അലീന ചെല്ലുകയും അലീനെ ചെന്ന് രോഹിത്ത് ഇതിനകത്ത് നിരപരാധിയാണ്, അല്ലെങ്കിൽ രോഹിത്തിനെ ചതിയിൽപ്പെടുത്തിയതാണ് എന്ന് പോലീസിനോടും അതുപോലെ നിയമപ്രകാരമായി വെളിപ്പെടുത്തുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഹരി മാത്രമാണ് ഇതിന്റെ യഥാർത്ഥ കുറ്റവാളി. ഹരിയാണ് ശിക്ഷിക്കപ്പെടേണ്ടത്, അല്ലാതെ രോഹിത്തല്ല. രോഹിത്തിനെ ഇതിൽ പെടുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ് വെളിപ്പെടുത്തി രോഹിത്തിനെ ആ വലിയ കൊലക്കയറിൽ നിന്ന് അലീന രക്ഷിക്കുക കേട്ടോ. അങ്ങനെ രക്ഷിച്ചതിന് ശേഷം അലീനയുടെ ആ നന്മ തിരിച്ചറിയുന്ന രോഹിത്ത് അലീനയുമായി കൂടുതൽ അടുക്കുകയും ഇപ്പോൾ കൃഷ്ണമോൾ എങ്ങനെയാണോ അലീനയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അതുപോലെ രോഹിത്തും അലീനയ്ക്കൊപ്പം ചേരുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോന്നായി അലീനയ്ക്കൊപ്പം ചേരുകയാണ്. ഇപ്പൊ ബാലേന്ദ്രനുണ്ട്, അതുപോലെ കൃഷ്ണമോളുണ്ട്, അതുപോലെ നമ്മുടെ രാജീവും ശിവനുമൊക്കെ അലീനയോടൊപ്പം ചേർന്നതുപോലെ തന്നെ രോഹിത്തും അലീനയ്ക്കൊപ്പം ചേരുകയാണ്. അങ്ങനെ അലീന തന്റെ ചേച്ചിയുടെ സ്ഥാനത്താണ്, തന്റെ അമ്മയുടെ സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി അലീന പറയുന്നത് അനുസരിച്ച് ജീവിക്കുവാൻ, നേർവഴിക്ക് പോകുവാൻ, താൻ ചെയ്ത തെറ്റുകളൊക്കെ അതിൽ പശ്ചാത്തപിക്കുകയും അങ്ങനെ അലീനയ്ക്ക് കീഴ്പ്പെട്ട് ഒരു നല്ല അനിയനായിട്ട്, നല്ല മോനായിട്ട് വളർന്ന് ജീവിക്കുവാൻ ശ്രമിക്കുന്ന രോഹിത്തിനെയൊക്കെ കാണാം. അതൊക്കെ നമ്മുടെ ബബിതയ്ക്കും അത് വലിയ സങ്കടമാകുകയാണ്. കാരണം ബബിതയും വൈജയന്തിയും മാത്രമാണ് ഇപ്പൊ അലീനയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്നത്. ബാക്കി എല്ലാവരും തന്നെ അലീനയെ ആദ്യം അടിച്ചു പുറത്താക്കാൻ വന്ന രാജീവും ശിവനും അതിനുശേഷം വന്ന രോഹിത്തുമൊക്കെ അലീനയ്ക്കൊപ്പം ചേരുകയാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ ബബിതയ്ക്ക് വലിയ സങ്കടം ഉണ്ടാകിയ. കാരണം താൻ മാത്രമാണോ ഇപ്പം അലീനയ്ക്കെതിരായി നിൽക്കുന്നത്, ബാക്കി എല്ലാവരും അലീനയ്ക്കൊപ്പമാണോ നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയും, എന്നാലും സാരമില്ല, എനിക്ക് എന്റെ അമ്മയുണ്ടല്ലോ, അമ്മയുടെ കൂടെ നിന്ന് ഞാൻ അലീനയെ ഇവിടുന്ന് എങ്ങനെയും അടിച്ചു പുറത്താക്കുമെന്ന് തീരുമാനത്തോടുകൂടി നിൽക്കുന്ന ബബിതയാണ്. എന്നാൽ ബബിതയ്ക്കും വലിയ തിരിച്ചടികൾ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണുന്നുണ്ട്. കാരണം ബബിത തന്റെ കാമുകനായ ആ വ്യക്തിയുമായിട്ട് പല പ്രാവശ്യവും മറ്റ് പല സ്ഥലങ്ങളിൽ കറങ്ങാൻ പോവുകയും റൂമിൽ ഒരുമിച്ച് കഴിയുകയും, അങ്ങനെ ബബിതയ്ക്കും ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കുകയാണ്. ബബിതയുടെ ജീവിതവും പാതി വഴി നിലച്ചു പോകുന്നതിന് തുല്യമായി, അല്ലെങ്കിൽ ആത്മഹത്യക്ക് തുല്യമായി നിൽക്കുന്ന, ആത്മഹത്യ ചെയ്താൽ മാത്രമേ ഇനി രക്ഷപ്പെടുകയുള്ളൂ എന്ന ഒരു ചിന്തയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. കാരണം ബബിതയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് ബബിത മനസ്സിലാക്കിയാണ്. കാരണം തന്റെ കാമുകനിൽ നിന്ന് തനിക്ക് ഒരു കുഞ്ഞ് ലഭിച്ചിരിക്കുന്നു എന്ന് അത് വെളിയിൽ പറയാൻ പറ്റുമോ, തന്റെ അമ്മയോട് പറയാൻ പറ്റുമോ, തന്റെ അച്ഛനോട് പറയാൻ പറ്റുമോ, തന്റെ സുഹൃത്തുക്കളോട് പറയാൻ പറ്റുമോ, ഒന്നുമില്ലാത്ത വലിയ വിഷമത്തിൽ നിൽക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ രോഗത്തിന്റെ മുഖത്ത് വന്ന ഭാവമാറ്റം അലീന കണ്ടുപിടിച്ചതുപോലെ തന്നെ ബബിതയുടെയും മനസ്സിൽ എന്തോ വേദനയുണ്ട്, അല്ലെങ്കിൽ എന്തോ ടെൻഷനുണ്ട് എന്ന് അലീന കണ്ടുപിടിക്കുക കേട്ടോ. അപ്പം ഒരു പെൺകുട്ടിയുടെ വിഷയമായതുകൊണ്ട് തന്നെ ഈ വിഷയം ബാലചന്ദ്രനെയോ മറ്റാരെയും അറിയിക്കാതെ അലീന എന്താണ് ബബിതയ്ക്ക് പറ്റിയത്, എന്തോ ശാരീരിക പ്രശ്നമുണ്ട്, അതുപോലെ മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ബബിതയോട് പോയി ചോദിക്കാൻ ചെല്ലുക. റൂമിൽ ചെല്ലുമ്പോഴത്തേക്ക് ബബിതയോട് പറയും, ബബിത എന്താണ് നിനക്ക് പ്രശ്നം, നിനക്ക് 2-3 ദിവസമാണ് ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്കെന്തോ പ്രശ്നമുണ്ടോ, നിനക്ക് എന്തോ ശാരീരികമായിട്ട് എന്തോ ക്ഷീണമുണ്ട്, അതിന് മാത്രമല്ല ഈ മാനസികമായിട്ട് വലിയ ടെൻഷൻ അടിക്കുന്നുണ്ട്, എന്തോ നിന്റെ മനസ്സിലുണ്ട്, എന്താ എന്നൊരു ചേച്ചിയുടെ സ്ഥാനത്ത് നീ എന്നോട് പറയാൻ പറയുമ്പോൾ ബബിത പറയും, നിന്നെ ഞാൻ ചേച്ചിയുടെ സ്ഥാനത്ത് കാണണോ, ഒന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് അവിടുന്ന് പുറത്താക്കുവാൻ ശ്രമിക്കട്ടോ. അപ്പോഴും അലീന തന്റെ അനീതിയാണല്ലോ, അത് ബബിതയ്ക്ക് അറിയില്ലെങ്കിലും തന്റെ അനീതിയാണല്ലോ, അവക്കെന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് അലീന മനസ്സിലാക്കി കേട്ടോ. അങ്ങനെ മനസ്സിലാക്കി ആ സമയത്തൊക്കെ ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴും അലീന പറയുന്നുണ്ട്, മോളെ നീ എന്നെ എന്തൊക്കെ പറഞ്ഞ് ആട്ടി ഓടിച്ചാലും നിന്റെ മനസ്സിൽ എന്തെങ്കിലും എന്നോട് പറയാൻ എപ്പോഴെങ്കിലും തോന്നിയാൽ
അത് നീ എന്നോട് പറയണം. എനിക്ക് എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് അലീന ബബിതയോട് പറയാട്ടെ. ഈ സമയത്ത് ബബിത തല കുനിച്ച് കുമ്പിട്ട് നിൽക്കുകയാണ്. എന്തിലും ആദ്യം ഒന്ന് ചൂടായെങ്കിലും ആ പറഞ്ഞ വാക്കുകളൊക്കെ ബബിതയ്ക്ക് മനസ്സിൽ എവിടെയോ കൊള്ളുന്ന പോലെയൊക്കെ തോന്നുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ ഉപദേശിക്കുകയല്ല, നമ്മളൊക്കെ പെൺകുട്ടികളാണ്, നമുക്ക് പലപ്പോഴും അബദ്ധങ്ങളൊക്കെ പറ്റും, പലപ്പോഴും ചില ചതിക്കുഴിയിലൊക്കെ ലോകത്തൊരു ചതിക്കുഴി വീണത് കണ്ടില്ലേ, അതുപോലുള്ള നിങ്ങളുടെ പ്രായം ഇതാണ്, നമ്മുടെ പ്രായം ഇതാണ്, അതുകൊണ്ട് തന്നെ നമ്മളെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നീ നിനക്ക് അങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിനക്ക് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് പറയാം എന്ന് പറയാണ്. അപ്പോഴും ബബിത പറയാ, എന്നെ ഒന്ന് വെറുതെ വിടുവോ, എനിക്കൊന്ന് കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കണം, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് എന്റെ റൂമിലേക്ക് വരാൻ പാടില്ല, എനിക്ക് നിങ്ങളെ കാണുന്ന ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് അലീനെ അവിടുന്ന് പുറത്താക്കുകയും അത് അങ്ങനെ ആ സമയത്ത് അലീന പറയും, ഞാൻ പോക്കോളാം, നിനക്കിപ്പോ എന്തെങ്കിലും കുടിക്കുവാനോ കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട, ഇന്ന് ഇറങ്ങിത്തരാവോ എന്ന് ചോദിച്ച് അലീനയെ അവിടുന്ന് മനസ്സോടുകൂടി ഇറക്കി വിടുന്ന ഒരു ഭാഗമൊക്കെ കാണാം. അപ്പോഴും അലീനയോട് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്നൊരു തോന്നല് ബബിതയുടെ മനസ്സിലുണ്ട്. പക്ഷെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നൊരു ഭയം ബബിതയുടെ ജീവിതത്തിൽ ബബിതയ്ക്ക് ഉണ്ടാകുകയും അങ്ങനെ മാക്സിമം പിടിച്ചു നിൽക്കുന്ന ബബിതയെ കാണുന്ന അതിനുശേഷം അലീന ബബിതയുടെ ഓരോ പ്രവൃത്തികളും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൃത്യസമയത്ത് ആഹാരം കഴിക്കാനും വരുന്നില്ല. അതുപോലെ തന്നെ പലതും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തന്റെ അച്ഛന്റെയും തന്റെ അനീതിയായ കൃഷ്ണമോളുടെയും രോഗത്തിന്റെയും അലീനയുടെ ഒപ്പം ആഹാരം കഴിക്കാൻ പോലും വരാതിരിക്കുമ്പോൾ അലീനയ്ക്ക് വലിയ സംശയം ഇരട്ടിക്കുകയും അങ്ങനെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് ബബിതയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം, അതിനുവേണ്ടി അലീനയെ ബബിതയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അതിന്റെ കള്ളങ്ങൾ അവളുടെ മനസ്സിൽ എന്തെങ്കിലും കള്ളം ഉണ്ടെങ്കിൽ, കളവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണമെന്നൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഇറങ്ങുകയും തന്നെ കൂടുതൽ സ്നേഹിക്കുന്ന കൃഷ്ണമോളോട് പോലും പറയാതെ ബബിതയുടെ ഓരോ നീക്കങ്ങളും അലീന മനസ്സിലാക്കി കേട്ടോ. അങ്ങനെ ബബിത കോളേജിലേക്ക് പോകുമ്പോൾ പോലും ആ പഴയ വാശിയോ അല്ലെ പഴയ ഉത്സാഹവുമൊന്നും ഇല്ലാത്തത് വളരെ ശ്രദ്ധാപൂർവം അലീന നോക്കുകയും അതിനുശേഷം ബബിത കോളേജിൽ പോകുന്ന സമയത്ത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് അലീന കടയിലേക്ക് പോകാനാണെന്നും പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുകയും അങ്ങനെ വഴിയിൽ വെച്ച് തന്റെ കാമുകനുമായിട്ട് അവർ കണ്ടുപിടിക്കുന്ന സമയത്ത് മുൻപ് കണ്ടതുപോലെയല്ല, അവർ പരസ്പര സ്നേഹത്തിലല്ല സംസാരിക്കുന്നത്, എന്തോ വിഷയത്തിന് വേണ്ടി തർക്കിക്കുകയും എന്തോ വിഷയത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം അലീന കാണുകയും അതിനുശേഷം തന്റെ കാമുകൻ അല്ലെങ്കിൽ ബബിതയുടെ കാമുകൻ പെട്ടെന്ന് ബൈക്കും എടുത്ത് പോവുകയും ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുന്ന ബബിതയെ കണ്ടപ്പോൾ അലീനയുടെ മനസ്സിലെ ആ ഭയം അല്ലെങ്കിൽ ആ സംശയം ഇരട്ടിക്കുകയും അങ്ങനെ തിരിച്ച് ആരും കാണാതെ അലീന വീട്ടിൽ വരികയും അങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയും എന്താണ് ബബിതയ്ക്ക് പറ്റിയത്, എന്തോ അബദ്ധങ്ങൾ തന്റെ അനിയത്തിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെ ബബിത കോളേജിൽ വിട്ട് കയറി വന്നപ്പോൾ പോലും ആരെയും ശ്രദ്ധിക്കാതെ അവിടെ ഇരിക്കുന്ന കൃഷ്ണമോളെയോ അതുപോലെ ബാലചന്ദ്രനെയോ അലീനയോ രോഗത്തിനെയോ ഒന്നും ശ്രദ്ധിക്കാതെ നേരെ റൂമിലേക്ക് കയറി പോകുന്ന ശ്രദ്ധ മുഴുവനായി നശിച്ച ബബിതയെ കണ്ടപ്പോൾ നേരെ ബബിതയുടെ അടുക്കൽ ചെല്ലുകയും ബബിതയോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യാട്ടോ. ഈ സമയത്ത് ഒടുവിൽ ബബിതയ്ക്ക് മനസ്സിലായി, എന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, ഇത് ആരോടെങ്കിലും പറയണം, ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം എന്ന് മനസ്സിലാക്കി അലീനയോട് പറയാണ്, നിങ്ങൾ എന്നോട് ഒരു ഉറപ്പ് തരാമോ, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ ഇത് മറ്റാരോടും പറയാതെ എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് ബബിത ചോദിക്കുക. അപ്പൊ പെട്ടെന്ന് അലീനയ്ക്ക് മനസ്സിനൊരു വലിയ സന്തോഷമുണ്ടായി. മോള് പറ, എന്താണ് വിഷയം എന്ന്, ഞാൻ ആരോടും പറയില്ല, ഞാൻ അങ്ങനെ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ബബിത പറയാണ്, എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി, അങ്ങനെ എന്തോ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ടായിട്ട് ഞങ്ങൾ രണ്ടും പരസ്പരം, ഞാനും കാമുവിന്റെ പേരും പറയാണ്, ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ റൂമുകളിൽ പോവുകയും ഞങ്ങൾ ഒരുമിച്ച് സമയം പങ്കിടുകയും ചെയ്ത് അതിന്റെ എന്തോ ഒരു പ്രശ്നം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് ആരോടാണ് പറയേണ്ടത്? അമ്മയോട് പറഞ്ഞാൽ അമ്മ എന്നെ കൊല്ലും, മാത്രമല്ല അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോഴും ചേച്ചി എന്ന് വിളിക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല, എനിക്കിപ്പം ആത്മഹത്യയുടെ വക്കിലാണ്. ഒരു പക്ഷെങ്കിൽ ഇത് ഹരിക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം. ഹരി ഒരു പ്രാവശ്യം ഇതിന്റെ പേരിൽ എന്നെ ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ ആ സമയത്താണ് ഞാൻ അവന്റെ മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തത് എന്നൊക്കെ പറയാണ്. അപ്പൊ പെട്ടെന്ന് അലീന ബബിതയെ ആശ്വസിപ്പിച്ചിട്ട് പറയാണ്, നീ ഒന്നും പേടിക്കണ്ട,
സംഭവിച്ചു അത് ആരും അറിയാതെ നമ്മൾ എങ്ങനെയെങ്കിലും പരിഹാരം കണ്ടെത്തണമെന്ന് പറയുകയും അങ്ങനെ ബബിതയ്ക്ക് എന്തോ അബദ്ധം സംഭവിച്ചെന്നും തന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് ഉരുവായിട്ടുണ്ടോ എന്ന സത്യവും കേട്ടപ്പോൾ അലീന ഞെട്ടിപ്പോവുകയും അതിനുവേണ്ടി അത് എങ്ങനെയെങ്കിലും ഇരുചെവി അറിയാതെ പരിഹരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ്. അങ്ങനെ ഒടുവിൽ അലീനയ്ക്കൊപ്പം ബബിത ചേർന്ന് നിൽക്കുന്നത് ബാലചന്ദ്രൻ കാണുകയും ഇത്രയും നാള് രണ്ടുപേരും നല്ല ദേഷ്യത്തിലല്ലേ, രണ്ടുപേർക്കും പരസ്പരം കണ്ടു കഴിഞ്ഞാൽ തല്ലും വഴക്കും ഉണ്ടാക്കുന്നവർ എന്തുകൊണ്ടാണ് അവർ ഇപ്പോൾ ഇത്രയും വേഗം ഒറ്റ ദിവസം കൊണ്ട് അടുത്തത് എന്നൊരു സംശയം ബാലചന്ദ്രൻ ഉണ്ടാകുകയും അങ്ങനെ അലീനയോട് ചോദിക്കുകയാണ്, എന്താ മോളെ ഇത്രയും ദിവസം നിങ്ങൾ കീരിയും പാമ്പും പോലെ ഇരുന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ രണ്ടും അടുത്തത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അലീന പറയാണ്, അതൊന്നും വേറെ ഒന്നും കൊണ്ട് അല്ലച്ച, നമ്മുടെ രോഗത്തിനെ വലിയൊരു ചതിക്കുഴിയിൽ നിന്നാണല്ലോ ഞാൻ രക്ഷപ്പെടുത്തിയത്. അതിന്റെ സ്നേഹവും കടപ്പാടും അവൾ എന്നോട് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ മുൻപിൽ അവക്കത് തുറന്നു പറയുവാനും തുറന്നു കാണിക്കുവാനും മടിയായതുകൊണ്ടാണ് എന്നെ റൂമിലേക്ക് വിളിക്കുകയും റൂമിൽ വെച്ച് എന്നോട് ക്ഷമ ചോദിക്കുകയും എങ്കിൽ പോലും എല്ലാവരുടെയും മുൻപിൽ ഞാൻ അതേ രീതിയിൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് കുറച്ച് നാളത്തേക്കെങ്കിലും എനിക്ക് എന്റേതായ രീതി നിൽക്കണമെന്ന് പറഞ്ഞതേ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ബാലചന്ദ്രനോട് അലീന കളവ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു അച്ഛനോട് പറയാൻ പറ്റുമോ തന്റെ മോള് വഴിപഴച്ചു പോയി എന്ന് പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് മാത്രം അലീന അത് നുണയാക്കി ബാലചന്ദ്രനോട് പറയുകയും അങ്ങനെ അതിനുശേഷം അലീന ബബിതയുമായിട്ട് തനിക്ക് വേണ്ടപ്പെട്ട അതുപോലെ രേവതിക്കുട്ടിയെ കാണുകയും രേവതിക്കുട്ടിയുടെ ആന്റിയെ കാണുകയും അങ്ങനെ ആന്റി വഴി അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അബോർഷൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭാഗങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. എന്തായാലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ അപ്കമിംഗ് വിശേഷങ്ങളാണ് പറയുന്നത്. വീണ്ടും അടുത്ത വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.